ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. 9 ഓഫ് സോർട്സ് കാർഡാണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നൈറ്റ്മെയർ കാണുന്ന, വറി ചെയ്യുന്ന, ഫീലിംഗ് സ്റ്റക്കായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി. കഴിഞ്ഞ ദിവസങ്ങളിൽ, രാത്രികളിൽ അവർ വളരെയേറെ വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. അവർ കറേജ് വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവരെന്ന വ്യക്തി ഒരു ഭയത്തിലൂടെ പോവുകയാണ്. ഭയമെന്ന് പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം തന്നെയാണ്. കാരണം നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കണം, സെപ്പറേഷനിലായിരിക്കണം. കുറേ കാലമൊന്നും ആയിട്ടുണ്ടാവില്ല എല്ലാവരും സെപ്പറേഷനിലായിട്ട്. എന്നാൽ നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ നിങ്ങളെ വളരെയേറെ മിസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം യൂണിവേഴ്സൽ കാർഡ്സിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. വീണ്ടും എനർജി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ആ ഒരു സ്നേഹത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴല്ലേ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരിക, അല്ലേ? നിങ്ങളെ ഒരു താല്പര്യമില്ലെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ആഗ്രഹമില്ലെങ്കിൽ അവർ അവിടെ സ്വപ്നം കാണില്ല, അത്രയും ഭയപ്പെടില്ല. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് അവർക്ക് തോന്നില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവും. എന്നാൽ ഇവിടെ മാറ്റം വന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. വളരെയേറെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്, ഇമോഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഡിസപ്പോയിൻമെൻറ്റിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വളരെയേറെ വേദനയാണ് കാണിക്കുന്നത്. ഹാർട്ട് ബ്രോക്കണെയാണ് കാണിക്കുന്നത്. ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത്. അവരെന്ന വ്യക്തി അവരിലും നിങ്ങളിലുമുള്ള എല്ലാ നെഗറ്റീവും റിമൂവ് ആവാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രൈറ്റ് ഫ്യൂച്ചറാണ് അവർ സ്വപ്നം കാണുന്നത്. നിങ്ങൾ തന്നെയാണ് അവർ സ്വപ്നം കാണുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും ആ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഗ്രഹിക്കുന്നു, മിസ് ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെയാണ്, ഇമോഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് കാർഡ് ഒന്നും പറയാനില്ല, ലവേഴ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയോടുള്ള ഒരു സ്നേഹത്തെ, റൊമാൻറ്റിക് ഫീലിങ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് എവിടെയും പോകാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തിരിച്ചറിയാണ്. ഒരു ഹെൽത്തി ബൗണ്ടറി കൊണ്ടുവരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളാണ് അവരുടെ പാർട്ട്ണർ എന്ന് അവർ തിരിച്ചറിയുന്നു. അവർ വിശ്വസിക്കുന്നേ നിങ്ങളാണ് അവരുടെ ലവ് എന്ന്. ഈ ഒരു സെപ്പറേഷനാണ് അത് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് സ്റ്റാർ ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ മാറ്റമാണ് കാണിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകുന്നു എന്നാണ് പറയുന്നത്. വിഷസ് ഗ്രാൻഡഡ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്ന് വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ബെറ്റർ ലൈഫിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ബെറ്റർ ലൈഫ്, അത് യൂണിവേഴ്സ് ഗ്രാൻഡഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഓരോരുത്തരും ഹീലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം സാധ്യമാകാൻ പോവാണ്. അതിന് നിങ്ങൾ സെൽഫ് ലവാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കാണണം. ഓരോ ദിവസവും പ്രാർത്ഥനയുടെ തോത് കൂടി വരണം. ആഗ്രഹത്തിൻ്റെ തോത് കൂടി വരണം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അത്ഭുതമാണ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. കാരണം നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വാൻഡ്സ് കാർഡാണ്. സ്പീഡായിട്ടുള്ള ഒരു ആക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അപ്കമിങ് പോസിറ്റീവിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഗുഡ് ന്യൂസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് യൂണിവേഴ്സ് പറയാണ്. വലുതും ചെറുതുമായ ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങൾക്കില്ലേ? ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഫലം കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്.
ഇവിടെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എനർജി കാണിക്കുന്നത്. നിങ്ങളുടെ ഡിസയർ സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് 8 ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത്. നീതി തരാൻ പോവാണ്. നാച്ചുറൽ ലോനാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കർമ്മ എൻഡാവാണ്. ബാഡ് കർമാസ് എൻഡാവാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് വരികയാണ്. ഇതുവരേക്കും ലൈഫിൽ ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്ന ഓരോ വ്യക്തികൾക്കും ബാലൻസ് ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവാണ്. നിങ്ങളിലേക്ക് പുതിയ ചൈതന്യം വരികയാണ്. ഉറപ്പാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. ആരിൽ നിന്നാണോ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത്, അവരിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. മുന്നേ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം അതിനേക്കാളും 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർ ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് യൂണിവേഴ്സ് ഇവിടെ ബ്ലെസ് ചെയ്യുന്നു ജസ്റ്റിസ് കാർഡിലൂടെ. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളൊരു ഹീലറാണെന്ന് പറയുന്നു. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കരിയർ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ആയിരിക്കണം. നിങ്ങളെന്ന വ്യക്തിയുടെ ഒരു മനസ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത്, അല്ലേ? നിങ്ങളൊരു സെൽഫ് മെയ്ഡ് പേഴ്സൺ ആണെന്ന് പറയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനെ ഇതുവരേക്കും ഹാർഡ് വർക്ക് ചെയ്ത് എത്തിച്ചിട്ടുള്ളത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം കാണാൻ പോകുന്നു എന്നാണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾ പറയുന്നത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് വെൽത്ത് ആൻഡ് അബണ്ടൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പുരോഗതി, പ്രോസ്പെരിറ്റിയാണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾ പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി വളരെയേറെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുകയാണ്. സ്ട്രോങ് ഫാമിലിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രണയം സക്സസ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും നല്ലൊരു ജീവിതമാണ്, പുരോഗതിയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള അബണ്ടൻ, അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന നിങ്ങളുടെ പ്രണയം വളരെ പോസിറ്റീവായിട്ട് എടുക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചാണ്, ഒരു മിറാക്കിൾ സംഭവിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാണ്. എങ്ങനെ ഗിഫ്റ്റ് തരുന്നേ? നിങ്ങളുടെ ഡിസയർ, നിങ്ങളുടെ ആഗ്രഹത്തിന് അതിന് ഫലം കാണാൻ പോവാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് യൂണിവേഴ്സ് അവിടെ ഗിഫ്റ്റായിട്ട് തിരിച്ചു തരാണ്. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ സ്വപ്നം കാണുക, ആ സ്വപ്നം യാഥാർത്ഥ്യമാകും, ഉറപ്പാണ്. നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത്, ഒരു ഗിഫ്റ്റാണ് കാണിക്കുന്നത്, സമ്മാനം, യൂണിവേഴ്സിന്റെ സമ്മാനം. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. നിങ്ങൾ അതിനെന്ത് ചെയ്യണ്ടേ? നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റുക. എല്ലാവരോടും സോറി പറയുക മനസ്സുകൊണ്ട് കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിക്കുക, എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെങ്കിലും അത് തന്നതില്ല, ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് പറയേണ്ടത്. എൻ്റെ യൂണിവേഴ്സ്, ഞാൻ എൻ്റെ പ്രാർത്ഥന ഫലം കണ്ടു എന്ന് കരുതുകയാണ്. എനിക്ക് ഇന്ന കാര്യം സാധിച്ചതിൽ ഞാൻ യൂണിവേഴ്സിനോട് താങ്ക് യു പറയാണ്, ഞാൻ താങ്ക് യു പറയാണ്. അതാണ് പറയേണ്ടത്, തന്നതിന്. അപ്പോൾ യൂണിവേഴ്സ് അത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും കേട്ടോ. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെൻഡക്കിൾ ആണ്. ഒരു കമ്മ്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഒത്തിരി പേർക്ക് ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ടീം വർക്കിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കരിയർ ആയിരിക്കണം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിരിക്കണം. ഓക്കെ, ആ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഇവിടെ എക്സാംസ് എഴുതിയിട്ടുള്ള വ്യക്തികൾക്ക്, ട്രെയിനിങ്ങിന് പോയിട്ടുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ന്യൂ ഓപ്പർച്യൂണിറ്റിക്കായിട്ട് കരിയറിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. ടീം വർക്കാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന് ഫലം കാണാണ്, മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിന് ഫലം കാണാണ്, അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഒരാഗ്രഹം മാത്രമാണ് ഉള്ളത്, അല്ലല്ലോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളില്ലേ, വലുതാവാം ചെറുതാവാം, നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവാവാം, നിങ്ങളുടെ കരിയർ ആവാം, എന്തുമാവാം. അവിടെ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് തരുന്നുണ്ട്. നമുക്ക് അവിടെ ആവശ്യം എന്തെന്നറിയോ? നല്ലൊരു മനസ്സാണ്.
നല്ല മനസ്സോട് കൂടിയിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്തോ അവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ചിലവർക്ക് ഡിലേ വരാം, അത് അധികം ഡിലേ ഒന്നും വരില്ലാന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടോ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ യൂണിവേഴ്സിനോടാണ്, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പ്രപഞ്ചത്തോടാണ്. നമ്മുടെ പ്രപഞ്ചം നമ്മളെ കൈവിടില്ല, ഉറപ്പാണ്. നെക്സ്റ്റ് കാർഡ് ദ ചാരിയറ്റാണ്. മടങ്ങി വരവാണ് കാണിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള മടങ്ങി വരവ്, എനർജി എടുത്തുകൊണ്ടുള്ള മടങ്ങി വരവ്, തിരിച്ചറിവ് വന്നുകൊണ്ടുള്ള ഒരു മടങ്ങി വരവ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള എനർജി എടുത്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിലെ മടങ്ങി വരവാണ് ദ ചാരിയറ്റ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സക്സസ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഓരോ കാര്യത്തിലും സക്സസ് ആണ് യൂണിവേഴ്സ് ഇവിടെ തരുന്നത്. ഇവിടെ സ്റ്റാർ കാർഡിൽ പറഞ്ഞിട്ടുണ്ട്, അത്ഭുതമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ അതിനെന്താ ചെയ്യണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പം തന്നെ പറഞ്ഞോളൂ. നമുക്ക് സംഭവിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പം അത് യൂണിവേഴ്സിന് കാണാതിരിക്കാൻ പറ്റില്ല. ഇവരെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ, നമുക്ക് സാധിച്ചു കൊടുക്കാലോ എന്ന് പറയും. അപ്പോൾ യൂണിവേഴ്സ് അത് ബ്ലെസ് ചെയ്യും, ഉറപ്പാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സക്സസ്, അതാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി അതിനു വേണ്ടി തയ്യാറായിരിക്കാനാണ് പറയുന്നത്. നിങ്ങളെ തന്നെ മോട്ടിവേഷൻ കൊടുക്കുക. ഞാൻ എന്തുകൊണ്ടും അർഹനാണ്, അല്ലെങ്കിൽ അർഹയാണ്, എൻ്റെ ഡിസയേഴ്സ് സാധിക്കാൻ പോവാണ്. കാരണം ഞാൻ നല്ല പ്രവൃത്തികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ഞാൻ മറ്റുള്ളവരെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് ആരോടും ഇപ്പോൾ ദേഷ്യം വൈരാഗ്യമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരെയും കാണുമ്പോഴും എനിക്കൊന്ന് പുഞ്ചിരിക്കാൻ തോന്നുന്നുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എനർജി കൊടുക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഹീലാവാണ്. അങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്കും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരാൻ പോകുന്ന അത്ഭുതം, മിറാക്കിളാണ് യൂണിവേഴ്സ് ഇന്നത്തെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഒരുപാട് പേർക്ക് അത്ഭുതം സംഭവിക്കാൻ പോവാണ്, മാറ്റം സംഭവിക്കാൻ പോവാണ്. ഇനി നമുക്ക് ടൈം കാർഡ് കൂടെ എടുക്കാം. കുറേ പേരായി പറയുന്നു ക്ലോസ് വേണം, ടൈം കാർഡ് വേണം എന്നൊക്കെ. ടൈം കാർഡ് കൂടെ എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ എനർജി കിട്ടുക. ആ എനർജി അനുസരിച്ച് നിങ്ങളിലേക്ക് സാധ്യമാകാൻ പോകുന്ന സമയത്തെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ 4 കാർഡാണ് നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് പറയുന്നത് ഇൻ 16 ഡേയ്സ് എന്നാണ്, 16 ദിവസം. സെക്കൻഡ് കാർഡ് പറയുന്നത് ഇൻ 23 ഡേയ്സ് എന്നാണ്, 23 ദിവസം. നെക്സ്റ്റ് കാർഡ് ഇൻ നെക്സ്റ്റ് ഏപ്രിൽ എന്നാണ് പറയുന്നത്. ഇനി ഹീലാവാത്തവരുണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ കുറവുള്ളവരുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. 3 മണിക്ക് എഴുന്നേറ്റ് 21 ഡേയ്സ് പ്രാർത്ഥിക്കൂ. പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാത്തവർ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാർഡ് ഇൻ 27 ഡേയ്സ് എന്നാണ് പറയുന്നത്, 27 ദിവസം. അപ്പോൾ ഈ 4 കാർഡ്സിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ അത് സ്വീകരിക്കാം, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പോസിറ്റീവായിട്ടുള്ള മിറാക്കിളിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ, നിങ്ങളുടെ കരിയറിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്, മാറ്റം സംഭവിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഒരു ഗിഫ്റ്റാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇനി വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ എനർജി ഞാൻ നോക്കിക്കഴിഞ്ഞു. പോസിറ്റീവായിട്ട് എടുക്കാം. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട്, നിങ്ങൾക്കുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.